ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സ്റ്റാർ ഗെയിമിൽ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ബിക്കോസ് ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് എനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി ഗൈസ്. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ. ഞാൻ ഇന്ത്യൻ ടീമിലോട്ട് പോവാണ്. അപ്പൊ ഗൈസ്, ബാക്കിയൊക്കെ വീഡിയോ വെച്ചാണ് ബൈ ഇന്ത്യൻ ടീമിലോട്ട് പോയിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗെയിമിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ ടീമിൽ കയറിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൽ കയറിയില്ല, കയറാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം സെറ്റിങ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി. എന്ന് വെച്ചാൽ നമുക്ക് കളിക്കാനുള്ള സെറ്റിങ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി. സൗണ്ടൊക്കെ അത്യാവശ്യം കുറച്ച് വെച്ചു. പിന്നെ കണ്ടോ ഗൈസ്, നമ്മൾ ടോപ്പ് പ്ലെയറിലാണ് വെച്ച് കളിക്കുന്നത്. ടോപ്പ് പ്ലെയർ വെച്ചാണ് കളിക്കുന്നത്. നമ്മൾ പ്രൊഫഷണലിനെക്കാളും മേളിൽ ടോപ്പ് പ്ലെയർ വെച്ചാണ് കളിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ബി ആണ് ഇട്ടേക്കുന്നത്. ഗ്രൂപ്പ് ബിനകത്ത് നമ്മൾ ആദ്യത്തെ മാച്ച് കളിക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയുടെ കൂടാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് അധികം OVR ഒന്നുമില്ല, 68 OVR ഉള്ളൂ. നമുക്ക് 67 ആണെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് 68 അല്ല 73 OVR ആണ്. മൈ മിസ്റ്റേക്ക്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ഗെയിമിൽ കയറാം. ഇന്ത്യൻ ടീമിൽ കയറിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, നമ്മൾ ഇന്ത്യൻ ടീമിൽ കയറി. ഞാനുണ്ട് ഗൈസ് ഇതിനകത്ത്. ഞാനില്ലാതെ ഇന്ത്യൻ ടീമിലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ഇന്ത്യൻ ടീമിൽ കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമ്മൾ ഗെയിം സ്റ്റാർട്ടാക്കി. സൗത്ത് ആഫ്രിക്കയ്ക്കായിരുന്നു കിക്ക് എടുക്കേണ്ടത്. അദ്വൈതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ബോൾ കിട്ടി. ഞാൻ അശ്വിജിത്തിന് കൊടുത്തു. അശ്വിജിത്ത് റൈറ്റ് വിങ്ങിൽ കൂടെ കയറുകയാണ്. അശ്വിജിത്ത് എനിക്ക് തന്നു. പിന്നെ എനിക്ക് തന്നാൽ പറയണ്ടല്ലോ ഗൈസ്, അവന്മാർക്ക് അടിച്ചു കൊടുത്തു ഞാൻ. ഓക്കെ, അത് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക്, അത്രേ ഉള്ളൂ ഗൈസ്. അല്ലാതെ എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. നോക്കുമ്പോൾ ഗൈസ്, നമ്മളല്ല അവന്മാർ ബോള് പാസ് ചെയ്ത് നമ്മുടെ പോസ്റ്റിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ അവന്മാരെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഡിഫൻഡേഴ്സൊക്കെ ഫ്രണ്ടിൽ വന്ന് കളിക്കുന്നത്. ഞങ്ങളുടെ ടീം അങ്ങനെ ഗൈസ്. ഓക്കെ, ഇയാൻ്റെ കയ്യിലാണ് ബോൾ. ഇയാൻ നേരെ എനിക്ക് പാസ് ചെയ്തു. ഞാനാണെങ്കിൽ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്, കൊണ്ടുപോകാൻ പറ്റിയില്ല. അവന്മാരെന്നെ തള്ളിയിട്ട് അവന്മാർ എൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുത്തുകൊണ്ട് പോയി. അവന്മാരെന്നെ എൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുത്തുകൊണ്ട് പോയി. ഞാൻ പ്രാഗിതാന്ന് തോന്നുന്നു. അവന്മാർക്ക് ഓഫ് സൈഡ് കിട്ടി. എനിക്ക് ഓഫ് സൈഡ് എടുത്തു. ഞാനാണെങ്കിൽ ഫ്രണ്ടിലോട്ട് കൊടുക്കാനാണ് നോക്കിയത്. എൻ്റെ ടീമിൻ്റെ ദേഹത്ത് തട്ടി തന്നെ ആ ബോൾ തിരിച്ചു വന്നു. ഞാൻ പിന്നെ രൂപൻ്റെ ബോൾ ഇട്ട് രൂപൻ എന്തൊക്കെയോ കാണിച്ച് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ അദ്വൈതിൻ്റെ കിട്ടി. അദ്വൈതനെ ശിവസിനെ ഇട്ട് ശിവസ് അടിച്ച് വെളി കളഞ്ഞു ഗൈസ്. കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ആ ബോൾ ഇട്ട് ഞാനാണെങ്കിൽ അശ്വത്തിന് നല്ല ത്രോ എടുത്തു. അശ്വത്താണെങ്കിൽ ശിവസിനെടുത്തു. അശ്വത്താണെങ്കിൽ അദ്വൈനെടുത്തു. അദ്വൈത് ശിവസിനെടുത്തു. ശിവസാണെങ്കിൽ കൊണ്ടുപോയി കളഞ്ഞു. അപ്പം അടുത്തത് അങ്ങക്കൊരു ത്രോ ഇട്ടി. ഭഗത്ത് ആദിദേവിനെടുത്തു. ആദിദേവ് നല്ല ഷൂട്ടടിച്ചു. പക്ഷേ നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ കയറി. അടുത്തത് ഗോൾ കീപ്പർ ത്രോ എറിഞ്ഞു. ആ ത്രോ നമ്മളെടുത്തു. ഭഗത്ത് പോയി. ഭഗത്ത് കൊണ്ടുവരെ ഷൂട്ടടിക്കാൻ നോക്കി, പറ്റിയില്ല. എനിക്ക് ഓപ്പൺ ചാൻസ് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു ഗൈസ്. എൻ്റെ ഓപ്പൺ ചാൻസ് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു ത്രോ. അടുത്ത ആര് ആ ത്രോ എടുത്തതെന്ന് ഞാൻ കണ്ടില്ല ഗൈസ്. ഓക്കെ, റംദാനാണെങ്കിൽ ആത്മിക്കിനെടുത്തു. ആത്മിക്ക് അദ്വൈതിനെടുത്തു. അദ്വൈതിൻ്റെ നിന്ന് ബോൾ മിസ്സായി. എന്നാലും അദ്വൈത് എടുത്തടിക്കാൻ നോക്കി, പറ്റിയില്ല. അശ്വത്തിൻ്റെ കിട്ടി. അശ്വത്ത് ഷൂട്ടടിച്ചു. അത് മിസ്സായിപ്പോയി. പക്ഷെ നമുക്ക് അടുത്തൊരു കോർണർ കൂടെ കിട്ടി. ഭഗത്താണ് കോർണർ എടുക്കുന്നത്. നമ്മൾ കറക്റ്റ് സെൻറ്ററിലോട്ട് അടിച്ചു കൊടുത്തു. ആദ്യക്ക് കിട്ടി. ആദ്യം അടിച്ചില്ല. നേരെ അദ്വൈതിൻ്റെ നേർക്ക് അദ്വൈതിൻ്റെ കിട്ടി. അദ്വൈത് രൂപനെടുത്തു. രൂപൻ ശിവസിനെടുത്തു. ശിവസ് അടിക്കാൻ നോക്കി, അതും പറ്റിയില്ല ഗൈസ്. ഇപ്പം അവന്മാരെയാണ് ബോൾ. നേരെ അവന്മാരുടെ സ്ട്രൈക്കറിന് കൊടുത്തു. സ്ട്രൈക്കറാണെങ്കിൽ വേറെ ആർക്ക് അങ്ങനെ കൊടുത്തു. നമ്മൾ ഡിഫെൻഡ് ചെയ്തു. ആദിദേവിൻ്റെ കിട്ടി. ആദിദേവ് ലെഫ്റ്റ് വിങ്ങിൽ കൂടെ കയറാൻ നോക്കി. അവന്മാർ നമ്മളെ ഷോൾഡർ പുഷ് ചെയ്തു. ആദിദേവിൻ്റെ കൺട്രോൾ ചെയ്ത് ആദിദേവ് തറയിൽ വീണു. അപ്പോൾ അവന്മാരെ പിന്നെ ബോൾ കിട്ടി. പക്ഷെ നമ്മളത് എടുത്തു. അദ്വൈനെ ഇട്ടി. അദ്വൈത് ഭഗത്തിന് കൊടുത്തു. ഭഗത്താണെങ്കിൽ ശിവസിന് കൊടുത്തു. ശിവസ് ഒരു ഷൂട്ട്. ശിവസ് ഗോൾ അടിച്ചു ഗൈസ്. 10-20 ചാൻസ് മിസ്സാക്കി ശിവസ് ഗോൾ അടിച്ചു ഗൈസ്. Emotional, damn it. 1-0 നമ്മൾ ഒരു ഗോളിൻ്റെ ലീഡ് എടുത്തു. അപ്പോൾ അവന്മാർ കിക്ക് എടുത്തു. അവന്മാരുടെ കിക്ക് നമുക്ക് കിട്ടി. അവൻ്റെ സ്ട്രൈക്കർ ഒറ്റയ്ക്ക് ഉണ്ടോ നോക്കി. പക്ഷേ നമ്മൾ ആ ബോൾ എടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ വിസിലടിച്ചു. അപ്പം സെക്കൻഡ് ഹാഫാണ് ഇനി. സെക്കൻഡ് ഹാഫിന് മുമ്പേ നമുക്ക് നമ്മുടെ ടീമിനെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. കുറച്ച് ലാഗായി. ഓക്കെ, ശിവസ് 46-ാം മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചു
ഗൈസ് സെക്കൻഡ് ഹാഫ് ആണ് ഇനി. സെക്കൻഡ് ഹാഫിന് നമ്മുടെ ടീം എല്ലാവരും ഇറങ്ങി. ഗൈസ് വീഡിയോ ആർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്ത്യൻ ടീം വരെ കയറിയതാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ. ഓക്കെ, നമ്മൾ കളി സ്റ്റാർട്ടാക്കി. നമ്മുടെ കിക്കായിരുന്നു ഫസ്റ്റ് കിക്ക് അവരെടുത്തു. അശ്വിൻജി തന്നോന്ന് എനിക്കൊരു നല്ല ത്രോ വന്നു. ഞാൻ അത് അടിക്കാൻ നോക്കി, ഗോൾ കീപ്പറിൻ്റെ കയ്യിലോട്ട്. എനിക്കത് അടിക്കാമെന്ന് ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഗോളിൻ്റെ ലീഡല്ലേ, ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഞാൻ അത് എപ്പോഴും ഗോൾ അടിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ. അവന്മാർ ഒരു പാസ് കൊടുത്താണ് ഗൈസ്, അത് കറക്റ്റ് വെളിയിലോട്ട് പോയി നമുക്കൊരു ത്രോ കിട്ടി. എനിക്കല്ലല്ലോ, ഞങ്ങളുടെ ഇടയിലായിരുന്നു ബോൾ, പക്ഷേ അത് അവന്മാരെടുത്തു. പക്ഷേ അദ്വൈത് അത് കളക്ട് ചെയ്തെങ്കിലും, പക്ഷേ അദ്വൈത് പാസ് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ പിന്നെ ബോൾ പോയി. പിന്നെ നമ്മുടെ ബോൾ കിട്ടി. അശ്വിനത്തിൻ്റെ കയ്യിലാണ് ബോൾ. അശ്വിനത്തിന് എനിക്ക് വന്നു. ഞാനാണെങ്കിൽ ഒറ്റ ഷൂട്ട് കറക്റ്റ് ഗോൾ കീപ്പറിൻ്റെ ഫ്രണ്ടിൽ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗോൾ കീപ്പർ ത്രോ എടുത്തു. ഗോൾ കീപ്പർ ത്രോ എറിഞ്ഞു കൊടുത്ത് അവന്മാരുടെ നമ്മൾ മാക്സിമം ഇവിടുന്ന് തന്നെ ഓക്കെ, നമുക്ക് ശിവസിൻ്റെ ബോൾ കിട്ടി. ശിവസ് അവിടെ കിട്ടുന്നിടത്തുനിന്ന് തന്നെ അടിച്ചു. അവൻ്റെ ഗോൾ കീപ്പറിൻ്റെ കൈ കൊടുത്തു. ഗോൾ കീപ്പർ പിന്നെയും ത്രോ എടുത്തു. പിന്നെ സെയിം അവന് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ത്രോ എടുത്തത്. ഭഗത്ത് കയറി, ഭഗത്ത് ഷൂട്ട് അടിച്ചു. ഞാൻ വെച്ചത് ഗോളാണെന്ന്, സോറി ഗൈസ്. ഭഗത്ത് പിന്നെ കണ്ടം പ്ലെയർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടിയതാണ്. കണ്ടംപ്ലേയേഴ്സ് ഞാനുണ്ട്, ഭഗത്തുണ്ട്, അങ്ങനത്തെ. ശിവസ് കണ്ടം പ്ലെയർ ഒന്നുമല്ല. ശിവസ് ഭയങ്കര പ്രൊഫഷണൽ പ്ലെയറാണ്. നമ്മൾ സൈഡിൽ കൊണ്ട് മാറി നിൽക്കുകയാണ് ഗൈസ്. ശിവസ് മൊത്തം ഗോളും അടിക്കുകയാണ്. ഓക്കെ ഗൈസ്, ശിവസിനൊരു ചാൻസ്. ശിവസ് കയറി ഗോൾ അടിച്ചു. ശിവസിൻ്റെ രണ്ടാമത്തെ ഗോൾ. ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, ശിവസ് ഭയങ്കര പ്രൊഫഷണൽ പ്ലെയറൊക്കെയാണ്. നമ്മളൊക്കെ കണ്ടം പ്ലെയേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം അവന്മാർ പിന്നെയും കിക്ക് എടുത്തു. നമ്മൾ 2 ഗോളിൻ്റെ ലീഡായി ഗൈസ്. ശിവസ് കാരണം നമ്മൾ 2 ഗോളിൻ്റെ ലീഡായി. ഓക്കെ, അപ്പം ശിവസിൻ്റെ പിന്നെ ബോൾ കിട്ടി. ശിവസ് ആണെങ്കിൽ അദ്വൈനെടുത്തു. അദ്വൈത് കയറി ശിവസിനെടുത്തു. അദ്വൈത് റൺ ചെയ്തു. ശിവസ് എനിക്ക് വന്നു. ഞാനൊരു ഷൂട്ട് പോയി ഗൈസ്. ഞാൻ എൻ്റെ 3ാമത്തെ ഷൂട്ടും നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലോട്ട്. ഗൈസ്, എനിക്കൊരു ഗോൾ അടിക്കണം ഗൈസ്. ഞാൻ എന്തായാലും ഒരു ഗോൾ അടിക്കും. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഗോൾ അടിക്കത്തില്ല. ഓക്കെ, മനസ്സിലായാലും. നിങ്ങൾ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഗോൾ അടിക്കത്തില്ല. ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് എൻ്റെ ഗോളേ ഇല്ല. അല്ല ഗൈസ്, ഈ വീഡിയോക്കകത്ത് എൻ്റെ ഗോളേ ഇല്ല. ഈ വീഡിയോക്കകത്ത് ഫുള്ള് ശിവസിൻ്റെ ആണ് ഗോൾ. ഓക്കെ, ഞാൻ പറയാം, ഈ വീഡിയോക്കകത്ത് ഫുള്ള് ശിവസിൻ്റെ ആണ് ഗോള്. ഓക്കെ, നമ്മൾ രൂപനെ ഇതാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ട് അഭിജിത്തിനെ ഇറക്കി. അശ്വിത്താണെങ്കിൽ എനിക്ക് പാസ് തന്നു. ഞാൻ റൈറ്റ് വിങ്ങിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറി ഒരു ത്രൂ എടുത്തു. അത് കറക്റ്റ് അവന്മാരുടെ കയ്യിൽ തന്നെ എത്തി. ആത്മിക് നമ്മുടെ ഡിഫൻഡർ ബോൾ അവന്മാരുടെ നിന്ന് എടുത്തു. അവന്മാരുടെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവന്മാരുടെ റണ്ണാണ്. ഓക്കെ, അവന്മാരുടെ സൗത്ത് ആഫ്രിക്കയിലെ പ്ലേയേഴ്സിൻ്റെ നെയിം എനിക്ക് അറിയാത്തതുകൊണ്ട് മിണ്ടായിരിക്കാം. അതുതന്നെ. ഓക്കെ, അവന്മാരുടെ പ്രൊഫഷണൽ ആരെങ്ങാണ്ട് അടിച്ച് അയ്യത്തല സ്റ്റേഡിയത്തിന് വെളി കളഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ ഗോളി കിക്കാണ്. ഗോളി കിക്ക് തന്നെയാണ്. ഗോളി കിക്കാണ്. ഗോളി കിക്ക് ആർക്കാണ്? നമ്മുടെ മെയിൻ ഗോളി ഫർഹാനാണ് ഗൈസ്. ഫർഹാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫർഹാനെ നീയാണ് ഗോളി. ഓക്കെ, ആത്മിക്കിൻ്റെ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. അശ്വിൻ ബോൾ എടുക്കാൻ കയറിയിട്ടുണ്ട്. ആദ്യം ബോൾ എടുക്കാൻ കയറിയിട്ടുണ്ട്. ആദ്യം ബോൾ എടുക്കുമോ എടുത്തില്ല. ഞാൻ ബോൾ എടുക്കാൻ കയറിയിട്ടുണ്ട്, ഞാനും എടുത്തില്ല. അടുത്ത് അഭിജിത്ത് ബോൾ എടുക്കാൻ കയറിയിട്ടുണ്ട്, അഭിജിത്ത് എടുത്തില്ല. ആത്മിക്ക് ബോൾ എടുക്കാൻ കയറും, ആത്മിക്ക് എടുത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ടൈം കഴിഞ്ഞു. നമ്മൾ ഈ ഫസ്റ്റ് മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അതിസാഹസികമായിട്ടല്ലാതെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ജയിച്ചു ഗൈസ്. 2 ഗോൾ ശിവസിൻ്റെ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാച്ച് തന്നെ നമുക്ക് നേരെ സെക്കൻഡ് മാച്ചിലേക്ക് പോകാം. ബൈ. ഓക്കെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് മാച്ചാണിത്. നമ്മുടെ സെക്കൻഡ് മാച്ച് ഡെൻമാർക്കിൻ്റെ കൂടാണ്. നമ്മുടെ ലീഡർ ബോർഡ് നമ്മളാണ് ഫസ്റ്റ് കേട്ടോ. ഗ്രൂപ്പ് ബിയിലെ ലീഡർ ബോർഡ് നമ്മളെ ഫസ്റ്റ്. ഡെൻമാർക്കിൻ്റെ കൂടെ ഈ കളി ഈ കളി നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ പറ. ഈ കളി നമ്മൾ എത്ര ഗോൾ അടിക്കും? ഡെൻമാർക്ക് എത്ര ഗോൾ അടിക്കും? ഇന്ത്യ എത്ര ഗോൾ അടിക്കുമെന്ന്. ഓക്കെ, നമ്മൾ ഗെയിം സ്റ്റാർട്ടായി. അമർ റയിലാണ് ബോള്. അമറിൽ തന്നെയാണ് ബോള്. ഇപ്പോഴും അമർ റയിലാണ് ബോള്. അമറയിൽ തന്നെയാണ് ബോള്. അമറയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും അമറയിലാണ്. നമ്മുടെ കിട്ടിയില്ല. പോയി അമറയിലാണ് ബോള്. അമർ അടിക്കാൻ പോകുന്നു, അടിക്കാൻ പോകുന്നു. നമ്മുടെ ഡിഫൻസ് മിസ്റ്റേക്ക് ആയി. ഫർഹാൻ പിടിച്ചു ഗൈസ്. ഓക്കെ, ഫർഹാൻ്റെ ഒരു ത്രൂ.
നേരെ ശിവസിൻ്റെ കാലിലേക്കല്ല, അപ്പുറത്തെ ഗോൾ കീപ്പറിൻ്റെ കാലിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെ ത്രോ പോയി നമുക്കൊരു ത്രോ കിട്ടി ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ മാച്ച് തരുന്നുണ്ട്. ഞാൻ വീഡിയോ ഒത്തിരി ലോങ് ആവുന്ന വെച്ചിട്ട് നമ്മൾ അധികം വീഡിയോ ലോങ് ആക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം കട്ട് ചെയ്ത് പോയത്. നമ്മുടെ ലാസ്റ്റ് ഈ ഗോളെന്ന് പറയുമ്പോൾ 1-1 നമ്മൾ ടൈ ആണ് ഡെൻമാർക്കിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മാച്ചിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് മാച്ച്. ഇത് നമ്മൾ ടൈ അല്ലെങ്കിൽ നമ്മൾ ജയിച്ചാലേ നമുക്ക്, ഒന്നെങ്കിൽ തോറ്റേ നമുക്ക് അടുത്ത ക്വാളിഫയറിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ക്വാളിഫയർ അല്ല, സെമി ഫൈനൽസിലേക്കാണെന്ന് തോന്നുന്നു. സെമി ഫൈനലിലേക്ക് പോകാൻ പറ്റൂല. അപ്പോൾ ഗൈസ്, കാനഡയുടെ കൂടെയാണ് നമ്മൾ കളിക്കുന്നത്. കാനഡയുടെ കൂടെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് മാച്ച്. അപ്പോൾ ലാസ്റ്റ് മാച്ചിൻ്റെ റിസൾട്ട് നമുക്ക് ഇപ്പം അറിയാൻ പറ്റും. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് മാച്ചിൻ്റെ റിസൾട്ട് പിന്നെയും 1-1 ആണ്. കഴിഞ്ഞ പ്രാവശ്യം ശിവസാണ് ഗോൾ അടിച്ചത്, ഞാൻ പറയാൻ പറഞ്ഞത്. നമ്മുടെ ടീമിൽ ഒരു ഗോൾ ശിവസാണ് ഗോൾ അടിച്ചത്. ഇപ്രാവശ്യം ശിവസ് തന്നെയാണ് ഗോൾ അടിച്ചത്. ഓക്കെ, നമുക്ക് നമ്മൾ അടുത്ത സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഗൈസ്, ഞാൻ പറയാൻ പറഞ്ഞു, എന്നെ ഈ ഫുട്ബോൾ ടീം എഡിറ്റ് ചെയ്താണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിൻ്റെ നെയിമായിട്ട്. ഓക്കെ, ബൈ.